നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുക്കലാണ്. വിജയം മുൻനിർത്തി ചർച്ചകളൊക്കെ സജീവമായി കഴിഞ്ഞു. തദ്ദേശത്തിലെ ഫലം ആവർത്തിക്കാൻ UDF അരയും തലയും മുറുക്കി മുന്നിൽ തന്നെയുണ്ട്. മുന്നണി വിപുലീകരണ ചർച്ചയൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി. ഇന്നിപ്പോൾ UDF നേതൃയോഗം ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് മുഖ്യ അജണ്ട. മുന്നണി വിപുലീകരണവും സ്വാഭാവികമായും ചർച്ചയാകും. അങ്ങനെ നിയമസഭ പിടിക്കാൻ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ SIT ഉടൻ ചോദ്യം ചെയ്തേക്കും. സ്മാർട്ട് ക്രിയേഷൻ CEOയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്ന് അപേക്ഷ നൽകും. വേർതിരിച്ച സ്വർണം വിറ്റത് ആർക്കെന്ന് കണ്ടെത്താൻ ശ്രമം. ഇടനിലക്കാരൻ കൽപേഷിനെയും ചോദ്യം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ഇന്ന് UDF സംസ്ഥാന നേതൃയോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യും. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. CPM മുസ്ലിം ലീഗ് സംഘർഷത്തിനിടെ പെരിന്തൽമണ്ണയിൽ ലീഗ് ഓഫീസിന് നേരെ കല്ലേറ്. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് MLA നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇന്ന് UDF ഹർത്താൽ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന G-Ramji നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിച്ച ഇടതു പാർട്ടികൾ. നിയമം പിൻവലിക്കണമെന്നാവശ്യം. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് കുടുംബം. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യം. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് അന്വേഷണ സംഘം. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. രാജ്യവ്യാപകമായി അതിക്രമങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്നു. ഹാദിയയുടെ കൊലയാളികൾ ഇന്ത്യയിലെത്തിയതിന് തെളിവുകളില്ലെന്ന് ആവർത്തിച്ച് ബംഗ്ലാദേശ് സർക്കാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ആസ്റ്റൺ വില്ല. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. ഇരട്ട ഗോൾ നേടിയ മോർഗൻ റോജേഴ്സ് ആസ്റ്റൺ വില്ലയുടെ വിജയശില്പി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടാണ് SIT ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEOയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട SIT ഇന്ന് അപേക്ഷ നൽകും. വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, സ്വർണം അത് ആരൊക്കെയാണ് കൈപ്പറ്റിയത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വേർതിരിച്ച സ്വർണം വിറ്റത് ആർക്കെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം, അതിന്റെ ഭാഗമായി ഇവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില അറസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നത്. ഇതിൽ SIT യുടെ മുന്നോട്ടുള്ള പോക്ക്, അതായത് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇത് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായിട്ടാണ് ഇപ്പോൾ SIT ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കും. ഏതായാലും ഇവരെ വിജിലൻസ് കോടതി ഒരു കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും നടത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റായ ഇവരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിരുന്നു. ഇപ്പൊ ഈ സ്വർണം എവിടേക്കൊക്കെയാണ്, ആരിലേക്കൊക്കെയാണ് എത്തിയത്, അല്ലെങ്കിൽ ഈ ഇടപാടിൽ മറ്റാർക്കൊക്കെ കൂടുതൽ പങ്കുണ്ട് എന്ന് വ്യക്തത വരുത്തുന്നതിനായുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ വ്യാപാരികളായ സ്വർണ്ണ വ്യാപാരികളെയും സ്മാർട്ട് ക്രിയേഷൻ CEOയെയും ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നീക്കം SIT സംഘം നടത്തുന്നത്. ഇതിലൂടെ കൂടുതൽ നിർണായകമായ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ചില നിർണായക തെളിവുകളും പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ആ തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഈ സ്വർണ്ണ കൊള്ളയിൽ ഇപ്പോൾ SIT സംഘം നീക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 9 പേർ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ വാസുവിനെ, മുൻ കമ്മീഷണർ വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് കഴിയുകയാണ്. ഈ റിമാൻഡ് നീട്ടിക്കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അപേക്ഷയുമായി
കോടതിയെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാസുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി നൽകിയേക്കും എന്നുള്ളൊരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ അന്വേഷണം കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ഇഡിയുടെ അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും SIT നൽകണം, അതായത് മൊഴിപ്പകർപ്പുകളും FIR കോപ്പികളും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇതുവരെ കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ രേഖകളും കോടതി ഇഡിക്ക് നൽകണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇഡിയും ഇപ്പോൾ ഈ കേസിൽ വളരെ നിർണായകമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ആവശ്യകത വന്നിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു സമാന്തര അന്വേഷണത്തെ SIT ആദ്യം മുതൽ തന്നെ എതിർക്കുന്നുണ്ട്. ഈ ഒരു സമാന്തര അന്വേഷണം വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യങ്ങൾ എത്തും എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകുക. ശരി സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ SIT ഒരുങ്ങുന്നത്. സ്മാർട്ട് ക്രിയേഷൻ COയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട SIT ഇന്ന് അപേക്ഷ നൽകും. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭയിലേക്ക് പോവുകയാണ്. നിയമസഭയ്ക്കായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമസഭ പിടിക്കാൻ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭയിലേക്ക് വേണ്ടി കർമ്മ പദ്ധതി ഒരുക്കാനും പ്രവർത്തനങ്ങൾക്ക് സമയക്രമം നിശ്ചയിക്കുന്നതിനുമായി UDF സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. കളമശ്ശേരിയിലെ ചാക്കോളാസ് പവലിയനിൽ രാവിലെ 10 മണി മുതലാണ് യോഗം. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, നമുക്കറിയാം തദ്ദേശത്തിൽ വലിയ വിജയമാണ് UDF സ്വന്തമാക്കിയത്. ആ ഒരു വിജയം നിയമസഭയിലേക്കും ആവർത്തിക്കണമെന്നൊരു വാശി അവർക്കുണ്ട്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുന്നണി വിപുലീകരണം അടക്കമുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇന്നിപ്പോൾ നേതൃയോഗം ചേരുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായി തന്നെ എത്തുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, വലിയ ഭിന്ന വിജയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലായിടത്തും അപ്രതീക്ഷിത മേഖലകളിൽ പോലും UDFന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാം എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. മാത്രമല്ല, എങ്ങനെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിനുള്ളൊരു ആക്ഷൻ പ്ലാൻ, ഇതൊക്കെ തന്നെയായിരിക്കും UDFിലെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ യോഗത്തിലെ ചർച്ചാ വിഷയം. 100-ലധികം സീറ്റുകൾ ആക്ഷൻ പ്ലാൻ, ഇതൊക്കെ തന്നെയായിരിക്കും UDFിലെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ യോഗത്തിലെ ചർച്ചാ വിഷയം. 100-ലധികം സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ച് നാൾ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ നമ്പറിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം UDFിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. മാത്രമല്ല, 3 മേഖലകളായി തിരിച്ചുകൊണ്ട് പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏത് വിധത്തിൽ വേണം എന്നതായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. ഇന്ന് എല്ലാ നേതാക്കളും തന്നെ കൊച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കോളസ് പവലിയനിലാണ് രാവിലെ 10 മണിക്ക് ഈ മുന്നണി യോഗം ആരംഭിക്കുക. മാത്രമല്ല, മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് വലിയ ചർച്ചയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് M വിഭാഗത്തെ UDFിലേക്ക് തിരികെ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിട്ടുണ്ട്. ജോസ് കെ മാണി പക്ഷേ വരുന്നില്ല, അങ്ങനെയൊരു ചിന്തയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾ, തിരികെ കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾക്ക് തുടക്കമിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ഇന്നത്തെ UDF യോഗത്തിൽ തീരുമാനമാകും. പക്ഷേ BJ ജോസഫ് വിഭാഗമാണ് ഇക്കാര്യത്തിൽ വലിയൊരു വിമുഖത കാണിക്കുന്നത്, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അത് ഏത് തരത്തിൽ അതിനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ, അനുനയ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ UDF യോഗത്തിലുണ്ടാകും. അതുപോലെ തന്നെ RJDയുടെ, അതായത് MV ശ്രേയാംസ് കുമാർ നേരത്തെ തന്നെ അവരുടെ യോഗത്തിൽ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു, ഇടതു മുന്നണിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ തങ്ങൾക്ക് കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു, യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് എങ്ങനെ മുതലെടുക്കാം എന്നും UDF ചർച്ച ചെയ്യും. അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയുമായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് യോഗത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. മാത്രമല്ല, UDFിലും ചില പടലപ്പിണക്കങ്ങൾ ഒക്കെയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PJ ജോസഫ് വിഭാഗത്തിൻ്റെ തന്നെയാണ്. അത് എങ്ങനെ അനുനയ ചർച്ചകളിലൂടെ മാറ്റാം എന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട
ബന്ധപ്പെട്ട കാര്യം. മാത്രമല്ല കോൺഗ്രസിൽ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം സീറ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിഗണന, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പലയിടങ്ങളിലും കോൺഗ്രസ് വിമതർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു ഘട്ടം കൂടി കണ്ടു. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നിയമസഭയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം സാധിക്കും എന്നതാണ് വലിയ വിഷയം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ എങ്ങനെ മറികടക്കാം, ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ മുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഏതായാലും 10 മണിയോടെ കളമശ്ശേരി ചാക്കോളസ് പവലിയനിലാണ് ഈ യോഗം ആരംഭിക്കുക. ശ്രീജ, അശ്വതി പറഞ്ഞ പോലെ ഒരുപാട് അജണ്ടകളുണ്ട്. അതിനെല്ലാമായി UDF സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണമൊക്കെയായിരിക്കും പ്രധാന ചർച്ചയായി വരിക. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അശ്വതി. എന്തായാലും നമ്മൾ മലപ്പുറത്തേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ UDF ഹർത്താലാണിന്ന്. CPM മുസ്ലിം ലീഗ് സംഘർഷത്തിനിടെ ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംഭവത്തിൽ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി സ്ഥലം MLA നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള നാടകീയ സംഭവങ്ങളുമൊക്കെ അരങ്ങേറി. ഇരു മുന്നണികളും ടൗണിൽ പ്രകടനവും നടത്തി. വിവരങ്ങളുമായി PK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ലീഗ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് എന്ന തരത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഹർത്താലാണ്. ആദ്യ മണിക്കൂറിലെ പ്രതികരണം എങ്ങനെയാണ്? ശ്രീജ, രാവിലെയാണ് ഹർത്താൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. കടകൾ തുറന്നു വരുന്നതേ ഉള്ളൂ. അതേസമയം വാഹനങ്ങളൊന്നും ഓടുന്നില്ല. കടകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കുറച്ചുകൂടി കഴിയണം ഹർത്താലിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ. എന്തായാലും രാവിലെ ഇപ്പോൾ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു, വാഹനങ്ങൾ ഓടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്ഥിതി. ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം ആദ്യമായി പെരിന്തൽമണ്ണ നഗരസഭ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ UDF സംഘടിപ്പിച്ചിരുന്നു പെരിന്തൽമണ്ണ ടൗണിൽ. ഇതിനിടെ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. ഇതിന് പ്രതികരണം എന്നുള്ള നിലയിലാണ് CPM പ്രവർത്തകർ ഒത്തുകൂടുകയും പ്രകടനം നടത്തുകയും ഇതിന് ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് വലിയ സംഘർഷം പെരിന്തൽമണ്ണയിൽ ഉടലെടുത്തു. ഇരുഭാഗവും സംഘടിച്ച് പരസ്പരം പോർവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചു. ഒപ്പം മുൻ മന്ത്രി നാലകത്ത് സൂപ്പിയും സമര പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. രാത്രി ഏതാണ്ട് 12 മണിവരെ UDF പ്രവർത്തകർ ദേശീയപാത ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് UDF മുസ്ലിം ലീഗ് പ്രവർത്തകർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലീഗ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. 10 മണിയോടുകൂടി പെരിന്തൽമണ്ണയിൽ വലിയ തോതിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് ആവശ്യമായ സുരക്ഷാ മുൻകരുതലെല്ലാം എടുത്തിട്ടുണ്ട്. ശരി അരവിന്ദൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വാഹനങ്ങൾ ഓടുന്നില്ല. പക്ഷേ 10 മണിയോടുകൂടി കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന G-RAM-G നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിച്ച ഇടത് പാർട്ടികൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് പകരമായാണ് പുതിയ നിയമം വന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധം. നിയമം പിൻവലിക്കണം എന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ G-RAM-G ബില്ല് നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്. അകത്തും പുറത്തുമൊക്കെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ബില്ല് നിയമമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇടതു പാർട്ടികളുടെ ഒരു തീരുമാനം. എത്തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്നിപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടക്കം എന്ന നിലയിൽ ഇടത് പാർട്ടികൾ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടർ സമരങ്ങൾ കോൺഗ്രസിന്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം ഒന്നിച്ച പ്രതിഷേധം നടത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ചർച്ച ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന്റെ യോഗങ്ങളെല്ലാം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ചേരും. അതിനുശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ
ഒടുവിലാണ് ഇടത് പാർട്ടികൾ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ സമരങ്ങൾക്ക് തുടക്കമാകുന്നത്. ശക്തമായ പ്രതിഷേധം ഉന്നയിച്ച് ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പല സ്ഥലങ്ങളിലും കർഷക സംഘടനകൾ രാജ്യവ്യാപകമായി തന്നെ ഈ ബില്ലിനെതിരെ, ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കമായിരിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇത്തരത്തിൽ സമരം മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി തന്നെ ഈ ബില്ല് നിയമമായി മാറി. ഇന്നിപ്പോൾ അത് നിയമമാണ്. അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അത് കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങൾ, പ്രതിസന്ധികൾ മറികടക്കാൻ ചില പുതിയ പദ്ധതികൾ കൂടി ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ തലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 100 ദിവസത്തിൽ നിന്ന് തൊഴിൽ ദിനം 125 ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഈ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരുന്നതാണ് പ്രധാനമായുള്ള എതിർപ്പിന് കാരണം. അതോടൊപ്പം തന്നെ മറ്റു ചില വ്യവസ്ഥകളൊക്കെ തന്നെയുണ്ട്. ഏത് സമയത്തൊക്കെയാണ് തൊഴിലിന്റെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മറ്റ് സംവിധാനങ്ങളെയൊക്കെ തന്നെ അതിൽ പാടെ അവഗണിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമസഭകൾ, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ഏത് തൊഴിലാണ് എടുക്കേണ്ടത്, എവിടെയാണ് എടുക്കേണ്ടത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുക. അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കും. അതിനുശേഷം ആ തൊഴിലിലേക്ക് പോകാം എന്നുള്ളതാണ് ഈ ബില്ലിൽ, ഈ നിയമത്തിൽ ഇപ്പോൾ വ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെ ചില വ്യവസ്ഥകളുണ്ട്. അതിലൊക്കെ തന്നെ ചട്ടങ്ങൾ രൂപീകരിച്ച് അതിനൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കർഷകരുടെ പ്രതിഷേധം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് കൂടി ലക്ഷ്യമാണ്. ഏതായാലും രാജ്യവ്യാപകമായ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് ജി ബില്ലിന്റെ നിയമത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 27-ാം തീയതി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. അന്ന് തുടർ സമരങ്ങൾക്ക് കോൺഗ്രസും നേതൃത്വം നൽകും. ഈ കഴിഞ്ഞ ദിവസം ആദ്യ ദിവസങ്ങൾ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ആദ്യം സമരം കോൺഗ്രസ് ആരംഭിച്ചിരുന്നു. പിന്നീട് നിയമമായ ശേഷം തുടർ നടപടികൾ എടുക്കാം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത്. കർഷക സംഘടനകളും രംഗത്തുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും കർഷകർക്കും ഗുണം ചെയ്യുന്ന നിരവധിയായ സാഹചര്യങ്ങൾ, സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് നിയമം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സാധാരണ ജനങ്ങൾക്കും ഗ്രാമങ്ങൾക്കും കുറെ കൂടി മുന്നോട്ട് പോകാൻ ഈ നിയമം കഴിയുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ജി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ് ഇടത് പാർട്ടികൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് പകരമായിട്ടായിരുന്നു പുതിയ നിയമം വന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധത്തിനായി അവർ ഒരുങ്ങുന്നത്. വിവരങ്ങളും ഇപ്പം ചേരുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് കെ പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാണ്. BJPയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ ചേരുന്നുണ്ട്. അന്തിമ തീരുമാനം 24-25 തീയതികളിലായിരിക്കും. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസും CPM തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ ഈ മേയറുടെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു സസ്പെൻസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് BJP അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നാലും ആശ്ചര്യപ്പെടാനില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് BJPയുടെ ആ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിലാണ്. പക്ഷെ അതിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. കണ്ണൂരിൽ ഇന്ന് പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാകുക. എന്നാലും ഏകദേശം 24-25 തീയതിയോട് കൂടിയിട്ടായിരിക്കും ആരായിരിക്കും BJPയുടെ ഈ മേയർ സ്ഥാനത്തേക്ക് വരിക, മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. കാരണം 26-ാം തീയതിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്തായിരിക്കും കൃത്യമായ രീതിയിൽ ആരായിരിക്കും മത്സരിക്കുക എന്നത് സംബന്ധിച്ചൊരു തീരുമാനമൊക്കെ തന്നെ ഉണ്ടാകുക. അതുകൂടാതെ നിലവിൽ ഏതായാലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് VV രാജേഷിന്റെയും അതുപോലെ തന്നെ R ശ്രീലേഖയുടെയുമാണ്. പക്ഷെ അത് അവരെ കൂടാതെ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം നിലവിൽ നൽകുന്ന സൂചന. നിലവിൽ ഏതായാലും 26-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതിയോടുകൂടിയായിരിക്കും ഈ BJPയുടെ ആരായിരിക്കും ആ മേയർ സ്ഥാനാർത്ഥി ആകുക എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുക. അതേസമയം CPM-ഉം ഒപ്പം കോൺഗ്രസും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത്. RP ശിവജിയെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ CPM എത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക്, മേയർ സ്ഥാനത്തേക്ക് ആരാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 24-ാം തീയതി ആയിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുക
എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. പക്ഷേ CPM-ന് ഒക്കെ തന്നെ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാലും അതിൽ വിജയിക്കുക എന്നുള്ള ഒരു കാര്യത്തിലൊരു ഉറപ്പില്ല. എന്നിരുന്നാലും ഒരു മത്സരമില്ലാതെ BJP അത്തരത്തിൽ കടന്നുകൂടേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഈ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയിലേക്ക് ഒരു മത്സരം ഏതായാലും CPM മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. നിലവിൽ ഏതായാലും 26-ാം തീയതി നമുക്ക് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു ഉത്തരമാകും. തീർച്ചയായും അതിരെ ഈ പറഞ്ഞതുപോലെ ആരായിരിക്കും മേയർ ചർച്ചകളൊക്കെ സജീവമാണ്. പക്ഷേ സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനി 1-2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് തന്നെയാണ് ആതിര പറയുന്നത്. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന കുടുംബം 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവരുടെ ആവശ്യം. മന്ത്രിതല ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. മന്ത്രി കെ രാജൻ കുടുംബത്തെ കണ്ട് ചർച്ച നടത്തും എന്നാണ് അറിയുന്നത്. അതേസമയം കൃത്യത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പ്രതികൾ ഉൾപ്പെടുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ഈ ധനസഹായത്തിലെ ഒരു അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന് പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകളൊക്കെ സജീവമാണ്. ഇന്നിക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? ഒപ്പം ഈ കേസിലെ അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു? ശ്രീജ, നിലവിൽ കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഛത്തീസ്ഗഡിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു രാംനാരായണൻ. പാലക്കാട് കിൻഫ്രയിൽ ജോലിക്ക് എത്തിയതായിരുന്നു. അതിൽ വഴിതെറ്റി അട്ടപ്പാളത്ത് എത്തുകയായിരുന്നു. ഇതോടെയാണ് മോഷ്ടാവെന്ന് ആരോപിച്ച് ആൾക്കൂട്ടം ഈ രാംനാരായണനെ ആക്രമിക്കുന്നത്. ഇതോടെയാണ് ദാരുണമായ സംഭവം അരങ്ങേറുന്നത്. ഇതിൽ ഏറ്റവും താഴെയുള്ള നിർധന കുടുംബം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ 25 ലക്ഷം രൂപ കുടുംബം ആവശ്യപ്പെട്ടത്. നിലവിൽ ഈ മൃതദേഹം കുടുംബം ഏറ്റെടുക്കാതെ തുടരുകയാണ്. അതേസമയം ഇന്ന് കുടുംബവുമായി സർക്കാർ ചർച്ച നടത്തും. മന്ത്രി കെ രാജനെയാണ് ഇതിനായി സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. നേരത്തെ പാലക്കാട് RDO ആയിരുന്നു സർക്കാർ ചർച്ച നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതോടൊപ്പം പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ കുടുംബാംഗങ്ങളെല്ലാം തൃശ്ശൂരിലാണുള്ളത്. ഇവിടെയായിരുന്നു രാംനാരായണന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. എന്നാൽ സംഭവമായി കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിക്കുന്നത്. അതിനിടെ ഈ വിഷയത്തിൽ അത് രാഷ്ട്രീയമായുള്ള ഒരു വാക്പോരിനും ഇപ്പോൾ കോൺഗ്രസ് ആണ് തുടക്കമിട്ടിരിക്കുന്നത്. പാലക്കാട് സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിൽ അവർ സൂചിപ്പിക്കുന്ന കാര്യം ഇതിൽ 13 പ്രതികൾ BJP 14 പ്രതികൾ BJP പ്രവർത്തകരാണെന്നും അതിൽ 14 പേരിൽ ഒരാൾ CPM പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് പോലീസ് ഈ രാഷ്ട്രീയ ബന്ധം തെളിഞ്ഞതോടെയാണ് പോലീസ് കുറ്റവാളികളെ പിടികൂടുന്നതിൽ നിന്നും പിന്നാക്കം പോയതെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറയുന്നു. ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതിൽ ശക്തമായ ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. എന്തായാലും ഇന്ന് മന്ത്രിതല ചർച്ചയാണ്. മന്ത്രി കെ രാജനാണ് കുടുംബത്തെ നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്. ശ്രീജ. ശരി പ്രജിത്ത്, എന്തായാലും രാംനാരായണന്റെ കുടുംബം വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. 25 ലക്ഷം രൂപയാണ് അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. അത് നൽകാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അവർ. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്നുമുണ്ട്. എന്തായാലും തീരുമാനം എന്താകുമെന്ന് ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു പ്രജിത്ത്. മലപ്പുറത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. മേലങ്ങാടി മണ്ണാറിൽ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് വീട്ടിൽ നിന്ന് കുട്ടിയെ വഴക്കു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് മുറിക്കുള്ളിൽ കയറി കതകടച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. തോട്ടിൽ കെട്ടുന്ന ഹുക്കിൽ ഷോൾ ഉപയോഗിച്ചാണ് തൂങ്ങിയത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ഇന്ത്യ പരോക്ഷമായി വിമർശിച്ച ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി.
വിമർശനം അനാവശ്യമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഹിന്ദുക്കളുടെ സുരക്ഷയിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തുടർ നടപടി നിരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടതിൽ ഇന്നലെ ഇന്ത്യയുടെ പ്രസ്താവനയെ എതിർത്ത് ബംഗ്ലാദേശ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ പ്രസ്താവനയിലാണ് ഇന്ത്യക്ക് അതിർത്തി. അതിനിടെ യുവ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലെത്തിയതായി തെളിവില്ല എന്ന് വീണ്ടും ബംഗ്ലാദേശ് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളും ഇന്ത്യ വിരുദ്ധ സംഘടനകളും ഈ പ്രചരണം നടത്തുന്നതിനിടെയാണ് പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം വ്യാപകമായി തുടരുകയാണ്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappa. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-നാണ്. രാവിലെ 10:10-നും 11:30-നും ഇടയിലെ മുഹൂർത്തത്തിലാണ് പൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് അവിടെ നിന്ന് ഇന്നിപ്പോൾ രാവിലെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ശ്രീജ, ഇനി മണ്ഡലപൂജയുടെ തിരക്കിലേക്ക് ശബരിമല കടന്നിരിക്കുകയാണ്. ഈ മാസം 27-ന് മണ്ഡലപൂജ നടക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 27-ാം തീയതി രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക എന്നുള്ളൊരു കാര്യം ഇന്നലെയാണ് തന്ത്രി അറിയിച്ചത്. ഏതായാലും ഇനി മണ്ഡലപൂജയുടെ ദിവസങ്ങളാണ്. നാളെ മുതൽ തങ്കാങ്കി ഘോഷയാത്ര ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തങ്കാങ്കി ഘോഷയാത്ര ആരംഭിക്കുന്നത്. മണ്ഡലപൂജ ദിവസം ഭഗവാനെ ചാർത്തുന്നതിന് വേണ്ടിയാണ് ഈ തങ്കാങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് ആരംഭിക്കും. ഈ മണ്ഡലപൂജ ദിവസം അന്ന് നടക്കുന്ന പ്രധാന ചടങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അന്ന് രാവിലെയാണ് ഈ ഈ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ദീപാരാധന നടക്കുക. ആ ദീപാരാധനയ്ക്ക് ശേഷം പിന്നീട് ഈ മണ്ഡലപൂജ നടക്കും. അതിനുശേഷം ഏതായാലും തങ്കയാങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന കൂടി നടത്തിക്കൊണ്ടാണ് അന്ന് വൈകിട്ട്, അതായത് 27-ാം തീയതി വൈകിട്ട് 11 മണിക്ക് ഹരിവരാസനം പാടിയാണ് ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുക. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഈ മാസം 30-ാം തീയതിയാണ് ശബരിമല നട വീണ്ടും തുറക്കുക. ഈ കാര്യം ഏതായാലും തന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ മണ്ഡലപൂജയുടെ ദിവസങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ കടക്കുകയാണ്. നാളെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ഈ തങ്കാങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുമായിട്ട് തങ്കാങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. അതിനുശേഷം 26-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് ശബരിമലയിലേക്ക് തങ്കാങ്കി എത്തുക. 6:30-ക്ക് 26-ാം തീയതി വൈകിട്ട് 6:30-ക്ക് തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. അതിനുശേഷം ഈ തങ്കാങ്കി ചാർത്തിക്കൊണ്ടുള്ള ആദ്യ ദീപാരാധന അത് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് നടക്കും. പിറ്റേ ദിവസമാണ് ഏതായാലും മണ്ഡലപൂജ നടക്കുക. ഏതായാലും ഈ ദിവസങ്ങളിലേക്ക് തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ തിരക്കിൽ അല്പം കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇന്നലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളെ കണക്കുകളെ അപേക്ഷിച്ച് വലിയ കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 76,535 അയ്യപ്പന്മാരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലത്തെയും ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ് സന്നിധാനത്ത്. ഈ പൂജയ്ക്ക് മുൻപായി നട അടക്കുന്നതിന് മുന്നായിട്ടുള്ള ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. മണ്ഡലപൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കൂടാതെ തന്നെ അവധി ദിവസങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു തിരക്ക് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കിരൺ കുമാർ. 102-ാം വയസ്സിലും പതിവ് തെറ്റാതെ വയനാട് സ്വദേശിനി പാർക്കുട്ടിയമ്മ അയ്യപ്പ ദർശനം നടത്തി. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പാർക്കുട്ടിയമ്മ ശബരിമലയിലെത്തിയത്. പാർക്കുട്ടിയമ്മയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരുന്നു. 100-ാം വയസ്സിലായിരുന്നു പാറുക്കുട്ടിയമ്മയുടെ കന്നിമല കയറ്റം. ആ ആഗ്രഹം അവിടെ അവസാനിച്ചില്ല. പതിവ് തെറ്റിക്കാതെ ഇത് 3-ാം തവണയാണ് പാറുക്കുട്ടിയമ്മ ശബരീശ സന്നിധിയിലെത്തുന്നത്. 100 വയസ്സിലല്ലേ വന്നത്? 100 വയസ്സിൽ അയ്യപ്പനെ കാണാൻ വന്നത്.
100 വയസ്സിലും 101 വയസ്സിലും വന്നു. ഡോളിയിലാണ് പാറുക്കുട്ടിയമ്മ സന്നിധാനത്തെത്തിയത്. 18-ാം പടിയിൽ പോലീസും താങ്ങായി. വയനാട് മീനങ്ങാടിക്ക് സമീപം കോളേരി സ്വദേശിയാണ് പാറുക്കുട്ടി. പേരക്കുട്ടികളും ബന്ധുക്കളുമടക്കം 12-അംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മലയിലെത്തിയത്. 3 വർഷമാണ് വരുന്നത്. 100 വയസ്സിൽ കന്നിസ്വാമിയായിട്ട് ആദ്യമായിട്ട് വന്നു. 2ാം വർഷം കഴിഞ്ഞ കൊല്ലം 101-ാം വയസ്സിൽ വന്നത്, 102-ാം വയസ്സിൽ വന്നു. ഏറ്റുമാനൂർ സ്വദേശി വിശ്വതേജസ് സംവിധാനം ചെയ്ത രുദ്രന്റെ തീരാട്ട് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാറുക്കുട്ടി മുത്തശ്ശി. 100-ാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് മുത്തശ്ശി സിനിമയിലും ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ബോളിവുഡ് സംവിധായകനും കൊറിയോഗ്രാഫറുമായ റെമോ ഡിസൂസ ശബരിമലയിൽ ദർശനം നടത്തി. എനിബഡി ക്യാൻ ഡാൻസ് എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് റെമോ. തൻ്റെ സർഗാത്മകമായ കഴിവുകൾ അയ്യപ്പൻ അനുഗ്രഹിച്ചു നൽകിയതാണ് എന്ന് റെമോ ഡിസൂസ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. പാലക്കാട് സ്വദേശിയായ റെമോ ഡിസൂസ വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ്. ബോളിവുഡ് സംവിധായകനും കൊറിയോഗ്രാഫറുമായിട്ടുള്ള റെമോ ഡിസൂസ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പമാണ് ശബരിമലയിൽ എത്തിയത്. ദർശനത്തിന് ശേഷം അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയായിരുന്നു ശബരിമലയിലേക്കുള്ള യാത്ര? എങ്ങനെ ദർശനം? Beautiful darshanam. First of all, Swami Sharanam, and may Ayyappa Swami bless every one of you. And it's always great to come here because whenever I come here, I get more energy. I humble down. I get spiritually lifted. So Ayyappa Swami is very, very close to me, and coming to Sabrimala Ayyappa temple is my every year's ritual. So every year I come here. എത്ര വർഷമായി ശബരിമലയിൽ വരാൻ തുടങ്ങിയിട്ട്? How many? This is my so first I came on 2011, and then I had a gap, and then now last 3 years I'm coming every year. So, അത് താങ്കളുടെ ക്രിയേറ്റിവിറ്റി അതിന് ഈ ഒരു സ്പിരിച്വാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? Yes, creativity, and for everything, not only creativity but everything, Ayyappa Swami is the force behind me and every one of us. So it's always great to come here. And ABCD പോലെയുള്ള വലിയ ഹിറ്റ് സമ്മാനിച്ചൊരു ഡയറക്ടറാണ്. എന്താണ് ഇനി അടുത്തൊരു പദ്ധതികൾ? ശബരിമലയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഇനി എങ്ങനെയാണ് പ്ലാൻ? Now that Ayyappa Swami is with me and he's given me blessing, I'm going to start soon. By March, April, I'm going to start something which is a surprise for everyone. So that's why I'm here, and that's why I seek blessing from Ayyappa Swami. So wait for it. March, you'll get the news. ഓക്കെ, താങ്ക് യു. ഏതായാലും വർഷങ്ങളായി തന്നെ ശബരിമലയിലേക്ക് എത്താറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും മാർച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏതായാലും ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നത്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. റെമോ ഡിസൂസയുടെ വിശേഷങ്ങൾക്ക് ശേഷം നമ്മളിനി പോകുന്നത് ശബരിമലയിലെ സദ്യ വിശേഷങ്ങളിലേക്കാണ്. ശബരിമലയിലെത്തുന്ന ഭക്തർക്കായി സദ്യ ഒരുക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അന്നദാനത്തിന്റെ ഭാഗമായാണ് തീർത്ഥാടകർക്ക് കേരള സദ്യ വിളമ്പി തുടങ്ങിയത്. പായസം അടക്കമുള്ള വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നൽകും. പരിപ്പ്, സാമ്പാർ, രസം, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ വിളമ്പിയത്. ഭക്തർക്കായി ഈ മണ്ഡലകാലം മുതൽ സദ്യ വിളമ്പാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമം സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വൈകിയിരുന്നു. തടസ്സങ്ങൾ നീക്കി മണ്ഡലമാസം അവസാനിക്കുന്നതിന് മുൻപേ സദ്യ വിളമ്പാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ദേവസ്വം ബോർഡ്. 4 വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളമ്പുക. അവിയലും തോരനും എന്നത് ഓരോ ദിവസവും മാറും. മോര്, രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും വിളമ്പുക. ഓരോ ദിവസവും ഓരോ തരം പായസം കൊടുക്കുമെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു പറഞ്ഞു. പരിപ്പ്, പപ്പടം, നെയ്യ്, സാമ്പാർ, അവിയൽ, തോരൻ, മോര്, രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഇതിലേതെങ്കിലും ഒന്ന്, പിന്നെ പായസം. ഇത്രയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ. ഈ പായസത്തിലായാലും ഈ മോര്, പുളിശ്ശേരി, പിന്നെ രസം അതെല്ലാം ഓരോ ദിവസവും മാറി മാറിയാണ് വരുന്നത്. പായസവും അടയാവാം, കടലയാവാം, പയറാവാം, ഗോതമ്പാവാം, അരിയാവാം, അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടായിരിക്കും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ അവിയലിന് പകരം തീയലാവാം, തോരന് പകരം മറ്റെന്തെങ്കിലും, തോരനിലുള്ള പച്ചക്കറിയുടെ പലതാവാം, പല ദിവസങ്ങളിലും പലതായിട്ട് അതുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യത്യസ്തമായ ഓരോ ദിവസവും വ്യത്യസ്തമായി തന്നെ
കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായ സദ്യയുടെ രുചി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സദ്യ നൽകാനുള്ള തീരുമാനമെടുത്തത്. 5000-ലധികം പേർക്കാണ് സദ്യയും ഒരുക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യയും പുലാവും മാറി മാറി ഭക്തർക്ക് വിളമ്പും. അമൃത ന്യൂസ്, സന്നിധാനം. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. ITO ഉൾപ്പെടെ പ്രധാന ഇടങ്ങളിലാണ് 350-ന് മുകളിൽ വായുമലിനീകരണ തോതുള്ളത്. തോത് പരിശോധിക്കുന്ന 40 മേഖലകളിൽ 16-ഇടത്തും ഗുണനിലവാര സൂചിക 400-നടുത്താണ്. മലിനീകരണം കുറയ്ക്കാൻ നിയന്ത്രണവും പരിശോധനയും ഒക്കെ ഡൽഹി സർക്കാർ തുടരുന്നുണ്ട്. അതേസമയം പുകമഞ്ഞ് തുടരുന്നത് റെയിൽ വ്യോമഗതാഗതങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള 50 വിമാന സർവീസുകളെ പുകമഞ്ഞ് ബാധിച്ചു. പുകമഞ്ഞിന്റെ സാഹചര്യം നോക്കി മാത്രമേ സർവീസുകൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് പള്ളിത്തോട്ടം പോലീസിനെ ആക്രമിച്ചത്. പള്ളിത്തോട്ടം ഗലീലിയോ കോളനിക്ക് സമീപത്താണ് സംഭവം. KSU നേതാവ് ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പട്രോളിങ്ങിനെത്തിയ ഗ്രേഡ് SI രാജീവ്, ASI ശ്രീജിത്ത് എന്നിവരെയാണ് സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗ്രേഡ് SI രാജീവിന് തലയ്ക്ക് പരിക്കേറ്റു. അക്രമി സംഘത്തിലെ ടോജിൻ, മനു, വിമൽ, സഞ്ജയ് ഉൾപ്പെടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സോളാർ വേലിയിൽ നിന്ന് ഷോക്കേറ്റ് INTUC തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരം പാലോട് പെരിങ്ങമല ദേവപ്പുര സ്വദേശി വിൽസണാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ഉച്ചയോടെ ആടിന് തോൽ വെട്ടാൻ പോയതായിരുന്നു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റാണ് വിൽസൺ. പാലോട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പാലോട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപത്തെ വീട്ടിൽ നിന്ന് വൈദ്യുതി അനധികൃതമായി വേലിയിലേക്ക് നൽകിയിരുന്നു. അവിടെ നിന്നാണ് ഷോക്കേറ്റത്. അപകടം നടന്നതിന് പിന്നാലെ KCB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ തൃശൂർ സ്വദേശി VK പ്രേമചന്ദ്രന്റെ പ്രതിമ ഉത്തർപ്രദേശിൽ അനാച്ഛാദനം ചെയ്ത അഭിമാനത്തിലാണ് കുടുംബം. ഉത്തർപ്രദേശ് മീററ്റിലെ മഹാവീർ ചക്ര റെജിമെന്റാണ് മലയാളി സൈനികന്റെ ഓർമ്മയ്ക്കായി പ്രതിമ നിർമ്മിച്ചത്. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിൽ ജമ്മുവിലെ സാംബസറിൽ വെച്ച പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് VK പ്രേമചന്ദ്രൻ വീരമൃത്യു വരിച്ചത്. 1971 ഇന്ത്യ-പാക് യുദ്ധം നടക്കുന്ന സമയം ഓരോ നിമിഷവും കിട്ടുന്ന വിവരങ്ങൾ സൈന്യത്തിന് കൈമാറുക എന്ന ശ്രമകരമായുള്ള ജോലിയായിരുന്നു ഭാരതത്തിന്റെ അഭിമാനമായ പ്രേമചന്ദ്രൻ നിർവഹിച്ചിരുന്നത്. കിട്ടുന്ന വിവരങ്ങൾ മോട്ടോർ സൈക്കിളിൽ ഓടിയെത്തിയാണ് മുൻനിര സൈനികർക്ക് കൈമാറിയിരുന്നത്. ഇത്തരത്തിൽ കിട്ടിയ നിർണായക വിവരമായുള്ള ഓട്ടത്തിനിടെ ശത്രുവിന്റെ ഷെല്ലുകൾ പ്രേമചന്ദ്രന്റെ മേൽ പതിച്ചു. പാകിസ്ഥാൻ അതിർത്തിയായ സാംബ സെക്ടറിൽ വെച്ചായിരുന്നു പ്രേമചന്ദ്രൻ നേർക്ക് പാക് സൈന്യത്തിന്റെ ആക്രമണമുണ്ടായത്. മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി വീര്യമൃത്യു വരിച്ച പ്രേമചന്ദ്രന്റെ ഓർമ്മയ്ക്കായാണ് ഉത്തർപ്രദേശ് മീററ്റിലെ മഹാവീർ ചക്ര റെജിമെന്റിൽ പ്രതിമ സ്ഥാപിച്ചത്. റെജിമെന്റിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിലാണ് പ്രതിമ സ്ഥാപിച്ചത്. സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിമാനമാർഗം പ്രേമചന്ദ്രന്റെ സഹോദരിയെ മീററ്റിലെത്തിച്ച് ആദരമർപ്പിച്ചാണ് സൈനികന്റെ ഓർമ്മ പുതുക്കിയത്. പ്രേമചന്ദ്രന്റെ ഇളയ സഹോദരിയായ VK ലളിതയെയാണ് മീററ്റിൽ നിന്ന് സൈന്യം വീട്ടിലെത്തി വിമാനമാർഗം അവിടെ എത്തിക്കുകയും ആദരമർപ്പിച്ച ശേഷം തിരിച്ച വീട്ടിലെത്തിച്ച് മടങ്ങിയതും. സന്തോഷമാണ് ആ കാര്യത്തിൽ. അവിടെ ചെന്നപ്പോൾ വളരെ നല്ല അനുഭവങ്ങളാണ് അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാം ഞങ്ങൾ അവിടെ ചെന്നെത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് വരെ അവരുടെ സ്നേഹവും അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ബഹുമാനവും ഞങ്ങൾക്ക് കിട്ടി. എല്ലാ സൗകര്യങ്ങളും താമസിക്കാനുള്ള സൗകര്യവും എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. മീററ്റിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ട്രീറ്റും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം. 19-ാം വയസ്സിൽ തൃശൂരിൽ നടന്ന റിക്രൂട്ട്മെന്റ് റാലിയിൽ വെച്ചാണ് പ്രേമചന്ദ്രൻ സൈന്യത്തിൽ ചേരുന്നത്. ദില്ലി റെജിമെന്റിലായിരുന്നു ആദ്യ നിയമനം. 26-ാം വയസ്സിലാണ് പ്രേമചന്ദ്രൻ നാടിനായി വീര്യമൃത്യു വരിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. നിരവധി വിദേശ പഴവർഗ്ഗങ്ങൾ കോഴിക്കോട്ടെ മലയോര മേഖലയ്ക്ക് പരിചയപ്പെടുത്തിയ ഗ്രീൻ ഗാർഡൻ ഉസ്സന്റെ പരീക്ഷണ പൈനാപ്പിൾ കൃഷി എന്തായാലും വിജയമായിട്ടുണ്ട്. 12ഓളം വ്യത്യസ്ത ഇനം കൈതച്ചക്കകളാണ് നോർത്ത് കാരശ്ശേരി സ്വദേശിയായ ഇദ്ദേഹം ടെറസിൽ നട്ട് പരിപാലിക്കുന്നത്. ചെടികളും പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്നത് പോലെ വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും ചട്ടികളിൽ പൈനാപ്പിൾ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ ഉസ്സൻ. തന്റെ വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും നഴ്സറിയിലുമൊക്കെയായി നിരവധി ഇനം പൈനാപ്പിളുകളാണ് ഇദ്ദേഹം ചട്ടികളിൽ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കുന്നത്. കുറച്ചായിട്ട് വെറുതെ ടെറസിൽ കിടക്കുന്ന സ്ഥലം, കുറഞ്ഞ വെള്ളം, ഒരു കുറഞ്ഞ പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ
ഇത് നട്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഇതിപ്പോൾ പുറമേയൊക്കെ നടുമ്പോൾ പന്നികളെ ശല്യം മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൽ ടെറസിലാകുമ്പോൾ വരില്ല. പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു ഫ്രൂട്ട് റെഡിയായിട്ട് കിട്ടും. പിന്നെ അതിൽ തന്നെ തൈകൾ വേറെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏത് മണിയന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അന്യരാജ്യത്തു നിന്നുള്ള നിരവധി പഴവർഗ്ഗങ്ങൾ മലയോര മേഖലയിൽ പരിചയപ്പെടുത്തിയ ഉസൻ അടുത്ത കാലത്താണ് പൈനാപ്പിളിൽ പരീക്ഷണം നടത്തുന്നത്. മെക്സിക്കൻ ജയന്റ്, ഹാൻഡ്ഫുൾ, മെഡൂസ, മക്കൾ കൂന്താണി, MB2 തുടങ്ങി 12ഓളം ഇനം പൈനാപ്പിളുകളാണ് ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നത്. മെക്സിക്കൻ ജയന്റ് ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പൂർണ്ണ വളർച്ചയെത്തിയാൽ 7 കിലോ വരെ തൂക്കം ലഭിക്കും. സാധാരണ നാടൻ കൈതച്ചക്കയേക്കാൾ മധുരമുണ്ടാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഹാൻഡ്ഫുൾ ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പഴുത്താൽ മുറിക്കാതെ തന്നെ കൈകൊണ്ട് അടർത്തിയെടുത്ത് കഴിക്കാനാകും. അത്യാവശ്യത്തിന് വെള്ളവും വളവും നല്ല വെയിലും ലഭിച്ചാൽ 1 വർഷം കൊണ്ട് മെക്സിക്കൻ ജയന്റ് കായ്ച്ചു തുടങ്ങും. ഈ ഇനത്തിൽപ്പെട്ട കൈതച്ചക്കകൾ നമ്മുടെ വിപണികളിൽ ലഭ്യമല്ല. പക്ഷേ ഇപ്പോൾ നിരവധി ആളുകളാണ് ഇതിന്റെ തൈ അന്വേഷിച്ചെത്തുന്നത്. തൈകൾ അധികം ഓൺലൈനിലാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും മീഡിയകളിൽ പോകുമ്പോൾ ഓൺലൈനിലാണ് തൈകൾ. ഒരുപാട് തൈകളൊന്നും ഇപ്പോൾ കൊടുക്കാനില്ല. ഉള്ളതൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. കൂടുതലും ഓൺലൈനിലൂടെയാണ് പൈനാപ്പിൾ തൈകൾ വിറ്റഴിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ചില മനുഷ്യർ വലിയ അത്ഭുതമാണ്. ഇടുക്കി മുള്ളരിക്കുടി മറ്റത്തിൽ ജോസഫ് വർഗീസിന്റെ ശരീരം തളർന്നുവെങ്കിലും മനസ്സിനെ തളർത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. 4 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ നട്ടെല്ല് തകർന്ന ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ മനസാന്നിധ്യം കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. ഇടുക്കി മുള്ളരിക്കുടി മറ്റത്തിൽ ജോസഫ് വർഗീസ് വീൽ ചെയറിൽ വീടിന് താഴെ 100 അടിയോളം കിഴക്കാംതൂക്കായ സ്ഥലത്തെ ഫാമിലേക്കെത്തി കാടക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. കാടക്കോഴികളെയും കാടമുട്ടയും വിറ്റ് ഉപജീവനം നടത്തുന്നു. കാടമുട്ട വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ സംവിധാനങ്ങൾ, കാടഫാമിലേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റ്, ഇതൊക്കെ ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ്. 4 വർഷം മുമ്പാണ് കൊച്ചുമോന് അപകടമുണ്ടായത്. എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് തെങ്ങിൽ കയറവേ കാൽവഴുതി വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനി അസാധ്യമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 1 വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ വീൽചെയറിലിരുന്ന് വഴിമുട്ടിയ തന്റെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ന് 1000ഓളം കാടകളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നു. കാടക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് വളർത്തുന്നു. മകൾ ആഗ്നസും പിതാവും സഹായത്തിനുണ്ട്. ഇതാണ് നമ്മുടെ താഴെയാണ് കാട ഫാം. നമ്മുടെ പഴയ പെര അവിടെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അങ്ങോട്ട് അവിടെയാണ് നമ്മൾ ഫാമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും മുട്ട വിരിയിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുട്ടയും കൊണ്ടാണ് നമ്മൾ അവിടെ താഴെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറച്ചിക്കാടയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാടക്കോഴിയുടെയും കാടമുട്ടയുടെയും വിൽപ്പനയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. ഇൻക്യുബേറ്റർ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും കൊച്ചുമോൻ അറിയാം. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ തിരികെ പിടിക്കുകയാണ് ഇടുക്കി മുള്ളരിക്കുടിയിലെ ഈ ചെറുപ്പക്കാരൻ. അമൃത ന്യൂസ്, ഇടുക്കി. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിൽ ഇറങ്ങിയ കടുവ കെണിയിൽ വീണു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വളർത്തുമൃഗങ്ങളെയായിരുന്നു പിടികൂടിയത്. ഇതിനു പിന്നാലെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, വടശ്ശേരിക്കരക്കാർക്ക് ആശ്വാസമേകുന്നൊരു വാർത്ത തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, നിരവധി ദിവസങ്ങളായി ഈ നാട്ടുകാരെ ആശങ്കയിലാക്കി ഈ കടുവ ജനവാസ മേഖലയിൽ കറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കടുവ ഈ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. ദിവസങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിരവധി മൃഗങ്ങളെ ഈ കടുവ പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് ഇവിടെ ഒരു വീട്ടിൽ നിന്നും ആടിനെ കടുവ പിടികൂടിയത്. ഇതോടെ ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് വലിയ രീതിയിൽ ഈ തിരച്ചിൽ നടത്തുകയും ഈ ഒരു ജാഗ്രത പാലിക്കുകയും ചെയ്തത്. എന്നാൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇവിടെ കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കടുവ വീഴും വരുന്ന ഭാഗങ്ങളിലൊക്കെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. എന്നാൽ ഈ സമയത്തൊന്നും കടുവ വീണിരുന്നില്ല. കടുവ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ മൃഗങ്ങളെ പിടികൂടിയ ശേഷം കാട് കയറുന്ന ഒരു രീതിയായിരുന്നു. ഈ ഒരു വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശമാണ് ഈ കുമ്പളത്താമൺ എന്ന് പറയുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ കടുവ നിരന്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. ഈ കടുവയാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കൂട്ടിൽ വീണത്. ശ്രീജ. ശരി കണ്ണൻ ദേവ്. എന്തായാലും പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിലിറങ്ങിയ കടുവയെ പിടികൂടിയിരിക്കുകയാണ്. കെണിയിൽ വീണു. ജനങ്ങൾക്ക് ആശ്വാസമേകുന്നൊരു വാർത്തയാണ് കണ്ണൻ ദേവ് പങ്കുവച്ചത്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വീഴ്ച തന്നെയാണ് ചർച്ച.
വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിങ് അടുത്തു, പക്ഷേ ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്താണ് തോൽവിക്ക് കാരണം എന്നുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചർച്ചയിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ ആകില്ലേ പ്രധാനമായും വിഷയമാകുന്നത്? ശ്രീജ, തീർച്ചയായും ഇന്ന് ഏകദേശം 10 മണിയോടുകൂടിയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ഈ യോഗത്തിലും പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി അതായിരിക്കും, അതിന്റെ കാരണങ്ങളായിരിക്കും ചർച്ചയാകുക. അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലിലാണ് നിലവിൽ പാർട്ടിയുള്ളത്. അതുപോലെ തന്നെ സംഘടനാ വീഴ്ച ഉണ്ടായതായും കഴിഞ്ഞ ദിവസമൊക്കെ ചേർന്ന ഈ സെക്രട്ടേറിയറ്റിലായാലും CPM-ന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്കകത്ത് തന്നെ അത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അതുൾപ്പെടെ ഈ ഇത്തരത്തിൽ പരാജയത്തിന് കാരണമായി എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ ഏതായാലും പാർട്ടിയുള്ളത്. അത് പല കാര്യങ്ങളും UDF-ഉം BJP-യും പർവ്വതീകരിച്ച് പ്രചരിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഈ പരാജയത്തെ ബാധിച്ചു, വിജയത്തെ ബാധിച്ചു എന്നുള്ളതാണ് നിലവിൽ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഇന്ന് 10 മണിയോട് കൂടിയായിരിക്കും CPM സെക്രട്ടേറിയറ്റ് ചേരുക. അതേസമയം ആദ്യം മുതൽ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായത്. ആദ്യം മുതൽ തന്നെ ആര്യ രാജേന്ദ്രന്റെ പേര്, ഈ തോൽവിക്ക് പിന്നിൽ ആര്യ രാജേന്ദ്രന്റെ പേര് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ CPM സെക്രട്ടേറിയറ്റിലായാലും അതിനെയൊക്കെ തന്നെ സംസ്ഥാന MV ഗോവിന്ദൻ ഉൾപ്പെടെ അത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടില്ല, ആര്യ രാജേന്ദ്രൻ പരാജയത്തിന്റെ കാരണമായിട്ടില്ല എന്നൊക്കെ തന്നെ അറിയിച്ചിരുന്നെങ്കിലും പാർട്ടിക്കകത്ത് തന്നെ 2 തരത്തിലുണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ആര്യ ഇത്തരത്തിൽ ഈ ആര്യയുടെ ഒരു പരിചയക്കുറവ് അല്ലെങ്കിൽ ഒരു പക്വതക്കുറവ് പാർട്ടിയുടെ പരാജയത്തിൽ ഒരു കാരണമായി എന്നുള്ള വിലയിരുത്തലിലാണ് പല നേതാക്കളും ഉള്ളത്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പാർട്ടി ആര്യയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നിലവിൽ ഏതായാലും സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഈ പാർട്ടി കമ്മിറ്റി യോഗത്തിൽ ഏതായാലും ചർച്ചയാകും. 10 മണിയോടുകൂടിയായിരിക്കും ഈ പാർട്ടി കമ്മിറ്റി യോഗം ചേരുക. ഈ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വീഴ്ചകളും സംഭവിച്ച വീഴ്ചകൾ ഉൾപ്പെടെ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ആതിര സൂചിപ്പിച്ച പോലെ ആര്യ രാജേന്ദ്രന്റെ പേര് തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. കാരണം ഇത്രയും വലിയ തോൽവിക്ക് കാരണം ആര്യാണെന്ന തരത്തിൽ പല പോസ്റ്റുകൾ അടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സജീവ ചർച്ചയായി ആര്യ തന്നെ ഉണ്ടായിരുന്നല്ലോ. വലിയ കുറ്റപ്പെടുത്തലുകൾ തന്നെയല്ലേ ആര്യയ്ക്ക് നേരെ ഉണ്ടായത്? തീർച്ചയായും ശ്രീജ, ആദ്യം മുതൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആര്യ രാജേന്ദ്രന്റെ പേര് തന്നെയാണ് ഈ കോർപ്പറേഷനിലെ LDF-ന്റെ ദയനീയ പരാജയത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. കാരണം ആര്യ രാജേന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഈ വൈഷ്ണ സുരേഷിന്റെ വോട്ട് ഇത്തരത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആര്യ രാജേന്ദ്രൻ നടത്തിയിരുന്നു എന്ന തരത്തിൽ ആദ്യം മുതൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ KSRTC-യിലെ യദുവിന്റെ വിഷയവും ആര്യ രാജേന്ദ്രനെ ഇത്തരത്തിൽ പക്വതയില്ലാതെ നേരിട്ട ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് നിലവിൽ ഏതായാലും പാർട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ആര്യയെ നിലവിൽ 2 തട്ടിലാണ് ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള ഈ വിമർശനങ്ങൾ ഉയരുന്നത്. ആര്യയ്ക്ക് അനുകൂലമായും അതുപോലെ തന്നെ ആര്യയെ എതിർക്കുന്ന 2 വിഭാഗങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിൽ വലിയൊരു ഉത്തരവാദിത്വം ആര്യ ഏൽപ്പിച്ചിരുന്നു. ആ അധികാരത്തിന് കിട്ടിയതിനു ശേഷം ഇത്തരത്തിലൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ആര്യ രാജേന്ദ്രൻ പെരുമാറിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അടക്കം പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം പിഴവുണ്ടായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അപ്പുറം ആര്യ രാജേന്ദ്രൻ ഈ പരാജയത്തിൽ വലിയൊരു കാരണമായി എന്ന വിലയിരുത്തലിലായിരുന്നു ഈ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ ആര്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പരാജയത്തിന് ആര്യ ഒരു കാരണമായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പാർട്ടിയുള്ളത്. ഈ ശിവൻകുട്ടി അടക്കം ഇത്തരത്തിൽ ആര്യയെ അനുകൂലിക്കുന്ന ഒരു നിലപാടായിരുന്നു നേരത്തെ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത്. നിലവിൽ ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഈ പാർട്ടി കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ശരി ആതിര, എന്തായാലും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വീഴ്ച തന്നെയാകും പ്രധാന ചർച്ചയാകും. നമ്മളിനി ബിസിനസ് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വിപണി വീണ്ടും സജീവമാകുകയാണ്. ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം?
ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നേട്ടത്തിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം US വിപണിയിൽ നേട്ടമായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. മാത്രമല്ല, വിപണിക്ക് തികച്ചും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും നല്ല രീതിയിൽ പുരോഗമിക്കുന്നതും ഒപ്പം തന്നെ ഇവിടെ ആഭ്യന്തര സാമ്പത്തിക ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും വിപണിക്ക് പ്രോത്സാഹനം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അവർ ആ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറെ പ്രധാനമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യ വിക്സ് സൂചിക, അതായത് വിപണിയിലെ കയറ്റിറക്കങ്ങൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ്, 9.5 എന്ന നിലവാരത്തിലാണ് വെള്ളിയാഴ്ച എത്തിയത്. ഇതും കാണിക്കുന്നത് ഭയരഹിതമായ ഒരു വിപണി എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അതെല്ലാം വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. 26,000 എന്ന നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ഇന്ന് ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. 26,300 എന്നുള്ള നിലവാരമാണ് ഈ വിപണിക്ക് അടുത്ത ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്ന. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മറിച്ചാണെങ്കിൽ 25,800 അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും വിപണിയിൽ ഏറ്റക്കുറിച്ചുകൾ തുടരാമെങ്കിലും അനുകൂലമായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഓഹരികളിൽ ഉള്ളൊരു മുന്നേറ്റം, അതിൽ ICICI ബാങ്ക്, HDFC തുടങ്ങിയ ബാങ്കുകൾ വേണ്ട രീതിയിൽ പുരോഗമിച്ചില്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കി മൊത്തത്തിൽ ശേഷിക്കുന്ന ബാങ്കുകളെല്ലാം നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഈ 2 ബാങ്കുകളിൽ കൂടെ ഒപ്പം ആക്സിസ് ബാങ്കിൻ്റെയും കൂടെ ഒരു മുന്നേറ്റം സാധ്യമാവുകയാണ്. തീർച്ചയായും അത് ബാങ്കിങ് സൂചികയെ വേറൊരു നിലവാരത്തിലേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഓട്ടോ IT മേഖലയിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം കാണുന്നുമുണ്ട്. എന്തായാലും ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നത് ഈ ഒരാഴ്ച വിപണി നേട്ടത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീധരൻ. 5 പതിറ്റാണ്ടായി വസ്ത്രവ്യാപാര രംഗത്ത് നിലകൊള്ളുന്ന ശോഭിക വെഡ്ഡിങ്സ് ബ്രാൻഡിന്റെ പുതിയ ലോഗോ കോഴിക്കോട് പ്രകാശനം ചെയ്തു. പന്തീരങ്കാവ് ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ലോഗോ പ്രകാശനം ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ശോഭിക വെഡ്ഡിങ്സ് ബ്രാൻഡിന്റെ പുതിയ ലോഗോ പുറത്തിറക്കിയിരിക്കുന്നത്. പന്തീരാങ്കാവ് ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന ശോഭിക ലെഗസി ലോഞ്ച് ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ലോഗോ പ്രകാശനം ചെയ്തു. ശോഭിക അവരുടെ വിശ്വാസ്യത നിലനിർത്തി മുന്നോട്ട് പോകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശോഭിക പൊതുവെ നല്ല നിലയിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. മികച്ച കച്ചവട സ്ഥാപനങ്ങളുടെ എന്നും വിശ്വാസ്യത പുലർത്തിയും മുന്നോട്ട് പോകുന്ന പ്രത്യേകതയാണ്. ശോഭിക വെഡ്ഡിങ്സിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് പുതിയ ലോഗോയ്ക്ക് പിന്നിലെന്ന് ശോഭിക എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇർഷാദ് ഫജർ പറഞ്ഞു. ലോകോത്തര മാറ്റത്തിനനുസരിച്ച് വലിയൊരു മാറ്റം തന്നെയാണ് ശോഭികകളിലെ എല്ലാ ഷോറൂമുകളിലും. കസ്റ്റമേഴ്സിന് എല്ലാ കാറ്റഗറി ബ്രൈഡൽ ലഹങ്ക മുതൽ 999 മുതൽ ഏറ്റവും ലോ ബഡ്ജറ്റ് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. MK രാഘവൻ MP, ശോഭിക സ്ഥാപക ചെയർമാൻ കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ്, ഫൈസൽ മലബാർ, മെഹറൂഫ് മണലൊടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി V സുനിൽകുമാർ, ശോഭിക വെഡ്ഡിങ്സ് ജനറൽ മാനേജർ A റിഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷംസുദ്ദീൻ കല്ലിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ് കോഴിക്കോട്. കായിക വിശേഷങ്ങളാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ആസ്റ്റൺ വില്ല. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ജയം. ഇരട്ട ഗോൾ നേടിയ മോർഗൻ റോജേഴ്സാണ് ആസ്റ്റൺ വില്ലയുടെ വിജയശില്പി. ജയത്തോടെ ആസ്റ്റൺ വില്ല പട്ടികയിൽ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 7-ാം സ്ഥാനത്താണ്. ഇന്നത്തെ സമഗ്രമായ വാർത്തകൾക്ക് ശേഷം ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.